ഇന്ന് നമ്മുടെ കാശിക്ക് ചുമ വന്നു. ഇന്ന് കാശിക്ക് ചുമ വന്നു. എനിക്ക് ചുമ വന്നിട്ട് 7 ദിവസം വന്നു. അപ്പോൾ കാശി പറഞ്ഞതുപോലെ തന്നെ ഇന്ന് കാശിക്ക് വയ്യായിരുന്നു. നമ്മൾ ഒട്ടും വിചാരിക്കാതെ പെട്ടെന്നുണ്ടായതാണ് ഈ ചുമയും ശ്വാസമുട്ടലും എല്ലാം. അങ്ങനെ ഒരു സാധാരണ പോലെ നമ്മൾ മെഡിക്കലിൽ അത്യാവശ്യത്തിൽ പോയി അവനെ കാണിച്ചപ്പോഴത്തേക്കും അവന് ഭയങ്കരമായിട്ട് ചുമയും ശ്വാസമുട്ടലും കൂടി നിൽക്കുന്നു. പിന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്ന് പിന്നെ അവന് ഈ ചോക്ലേറ്റ് ചിക്കനൊക്കെ കഴിച്ച് വീണ്ടും കൂടി പിന്നെ പോയി ഒബ്സർവേഷനിലായിരുന്നു. ഒരു ദിവസം ഫുൾ ഒബ്സർവേഷനിൽ ഇരിക്കേണ്ടി വന്നു. അപ്പോഴൊന്നും കുഴപ്പമില്ല. പിന്നെ 20 മിനിറ്റ് ഇടവിട്ട് നമ്മൾ ഓരോ ആവിയും കൊടുത്തുകൊണ്ടിരുന്നു കേട്ടോ. അപ്പോഴത്തേക്ക് ഉറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആവി പിടിക്കാൻ അവൻ സമ്മതിക്കില്ല. ഭയങ്കര നിർബന്ധവും കരച്ചിലും ഒക്കെയാണ്. ഇനിയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വരുമോ എന്നുള്ളൊരു പേടിയൊക്കെ ആയിരുന്നു കേട്ടോ. ആ പേടിയും ടെൻഷനും എല്ലാം എനിക്കുണ്ടായിരുന്നു. അഡ്മിറ്റ് ആക്കല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരിക്കുകയായിരുന്നു. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. അവൻ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഓട്ടവും ഹോസ്പിറ്റലിനകത്ത് അസുഖം ഉണ്ടെങ്കിലും അവൻ അതൊന്നും വകവയ്ക്കാത്ത രീതിയിലുള്ള ഭയങ്കര കുസൃതിയൊക്കെയാണ്. അപ്പോഴത്തേക്കും അതിനനുസരിച്ച് അവൻ ഒരുപാട് ടയേർഡാവും. അങ്ങനെ ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ശ്രദ്ധിച്ചോളാം എന്നെല്ലാം പറഞ്ഞ് ഇൻഹീലർ അപ്പോഴത്തേക്കും നമുക്ക് തന്നായിരുന്നു. ആദ്യമായിട്ടാണ് കേട്ടോ കാശിക്ക് ഇതേപോലെ ഇൻഹീലറൊക്കെ യൂസ് ചെയ്യേണ്ടി വരുന്നത്. ഇപ്പോൾ ഒരുവിധം നോർമലായിക്കൊണ്ടിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ചുമ അങ്ങനെ ഇല്ല. വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി വീട്ടിൽ വന്നതിന് ശേഷം ഹോസ്പിറ്റലിൽ നിന്ന് കുറച്ച് ജലദോഷമൊക്കെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടാണ് കൂടുതലും കാണുന്നത്. അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് കൂടുതലായിട്ട് ബുദ്ധിമുട്ട് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ഓടാൻ കളിക്കാനോ ഒന്നും പറ്റില്ല. വീടിനകത്താണ് മൊത്തം. പിന്നെ ഫുഡിൻ്റെ കാര്യങ്ങൾക്കായാലും ഡോക്ടറൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. നമ്മളങ്ങോട്ട് പറഞ്ഞായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ഈ ചില ഫുഡുകളൊക്കെ എന്ന് വെച്ചാൽ ചോക്ലേറ്റ്, ചിക്കൻ, പിന്നെ ജ്യൂസ്, തണുത്ത ജ്യൂസ് അങ്ങനെ കുടിക്കുമ്പോഴത്തേക്കൊക്കെ അതിന് ബുദ്ധിമുട്ട് വരും. അന്നത്തെ ദിവസം രാത്രിയാണ് കേട്ടോ ചുമ അവന് കൂടുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതൊന്നും എങ്കിൽ പിന്നെ കൊടുക്കേണ്ട, അതെല്ലാം ഒഴിവാക്കിയേരെന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മുടെ ജീവിതത്തിലോട്ട് സംഭവിച്ചു പോകുന്നത്. അപ്പോൾ കുറേ ദിവസമായിട്ട് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാനും ഒന്നിനും പറ്റുന്നില്ല. മൊത്തം ഇവൻ്റെ കാര്യങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓട്ടാ. പൊതുവെ പറഞ്ഞാൽ വീട്ടിൽ കുറച്ച് ദിവസം ഇരിക്കുകയാണെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലായിരിക്കും. പിന്നെ അങ്ങ് വേറെ എവിടെയെങ്കിലും പുറത്തോട്ട് പോകും. അങ്ങനെ ഒക്കെ ആയി തിരക്കിലായിപ്പോയി. വീഡിയോസ് ഒന്നും ഇടാനുള്ള ഒരു മാനസികാവസ്ഥയിലൊന്നും അല്ല. അസുഖം മാറി നമ്മളിനി കിഡിലെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.